അടുത്തതായി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ ഫ്ലവറിൽ എന്തൊക്കെയാണെന്ന്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫ്ലവറിൽ എന്തൊക്കെ ചേഞ്ചസുകളാണ് ഉണ്ടാവുക, അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് അഥവാ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ എ ഫ്ലവർ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിൽ അതിൻ്റെ സെപ്പൽസ്, അതിൻ്റെ പെറ്റൽസ്, അതിൻ്റെ സ്റ്റേമെൻസ് എല്ലാം ആ ഫ്ലവറിനെ 1 by 1 ആയിട്ട് കൊഴിഞ്ഞു പോകും. അതാണ് വിതർ ആൻഡ് ഫോൾ ഓഫ് എന്ന് പറയും. വാടി കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അതിൻ്റെ സെപ്പൽ, പെറ്റൽ, സ്റ്റേമെൻസ് ഒക്കെ വാടി കൊഴിഞ്ഞു പോകും. വിതർ ആൻഡ് ഫോൾ ഓഫ്. ഇനി ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റുകളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സെപ്പൽസ് അതിൻ്റെ ഡെവലപ്പ് ചെയ്യുക ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ റിമൈനിങ് പാർട്ടായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കിടക്കും. ചില പെർട്ടിക്കുലർ പ്ലാന്റുകളിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ കാണാം അതിൻ്റെ സെപ്പലും കൂടി അതിൽ റിമൈനിങ് ആയിരിക്കും. സോ സെപ്പൽസ് അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്, ഫ്രൂട്ടിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലും ഈ സെപ്പൽസ് പോയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ റിമെയിൻ അറ്റാച്ച്ഡ് വിത്ത് ഫ്രൂട്ടായിട്ട് കാണുന്ന ചില സെപ്പൽസുകൾക്ക് എക്സാമ്പിളാണ് നമ്മുടെ ടൊമാറ്റോ. നമുക്ക് ടൊമാറ്റോയിലൊക്കെ കാണാൻ പറ്റും ആ ടൊമാറ്റോൻ്റെ താഴെ ഗ്രീൻ കളറായിട്ടൊരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ പോലെ നമുക്ക് തോന്നും. അതുപോലെ നമ്മുടെ ബ്രിഞ്ചാൾ, അതുപോലെ പീ പ്ലാന്റ്, ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സെപ്പൽസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അവർ വിതർ ആൻഡ് ഫോൾ ഓഫ് വാടിക്കൊഴിഞ്ഞു പോകാണ്ട് അവരുടെ ഫ്രൂട്ടിൽ അതിൻ്റെ റിമൈനിങ് സെപ്പലിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെപ്പൽ, പെറ്റൽ, സ്റ്റേമെൻസ് ഒക്കെ കൊഴിഞ്ഞു പോകും. ചില എക്സെപ്റ്റ് ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പീ പ്ലാന്റിലൊക്കെ അതിൻ്റെ സെപ്പൽസ് ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കും. എന്നാൽ ഇതൊക്കെ ഒഴിഞ്ഞു പോയാൽ പിസ്റ്റിൽ, അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ആ പിസ്റ്റിൽ ആ പ്ലാന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെ കിടക്കും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലും അതിൻ്റെ പിസ്റ്റിൽ അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കിടക്കും, റിമെയിൻ ചെയ്ത് കിടക്കും. ഇനി എന്തൊക്കെ ചേഞ്ചുകളാണ് ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുണ്ടാവുക? അതിൻ്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ സൈഗോട്ട്, നമ്മളിപ്പോഴും പറയുന്ന പോലെ സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറും. സൈഗോട്ട് ചേഞ്ചസ് ഇൻ ടു എ എംബ്രിയോ. നമ്മൾ പറഞ്ഞു സെൽ ഡിവിഷനിലൂടെയും സെൽ ഡിഫറൻഷിയേഷനിലൂടെയും എംബ്രിയോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. ഇനി സൈഗോട്ട് എംബ്രിയോ ആയി മാറി. ഇനി അതിൻ്റെ ഓവ്യൂള്, ഫ്ലവറിൽ കാണുന്ന ഓവ്യൂളാണ് നമുക്ക് സീഡായിട്ട് കാണാൻ പറ്റുക. ഓവ്യൂള് സീഡായിട്ട് മാറും. അതുപോലെ അതിൻ്റെ ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഏത് പ്ലാന്റിൻ്റെയും ഒരു ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ മനസ്സിലാക്കണം ആ ഫ്ലവറിൻ്റെ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് മാറിയത്. അതുപോലെ നമ്മൾ സീഡ് കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം ആ ഫ്ലവറിൻ്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഓവറിയുടെ ഉള്ളിലുള്ള ഓവ്യൂളാണ് നമുക്കത് സീഡായിട്ട് കാണപ്പെടുന്നത്. ഇനി ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സിനൊക്കെ ഒരു കവറിങ് ഉണ്ട് അല്ലേ, ഒരു തിക്ക് വോൾ, ചിലപ്പോൾ തിക്കാവാം, ചിലപ്പോൾ തിന്നായിരിക്കാം. എന്തായാലും ഫ്രൂട്ടിന് ചുറ്റും ഒരു കവറിങ് ഡെവലപ്പ് ചെയ്യും, ഒരു തിക്ക് വോൾ അല്ലെങ്കിൽ തിൻ വോൾ ഡെവലപ്പ് ചെയ്യും. സോ ആ ഫ്രൂട്ടിൻ്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. ഫ്രൂട്ടിൻ്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ട് വോൾ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് പെരികാർപ്പ്. ഓവറി വൺസ് ഫ്രൂട്ടായി മാറിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് എന്താണ്, പെരികാർപ്പ്. ഇനി നമുക്ക് സീഡ്സൊക്കെ മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി, ഓവ്യൂള് സീഡായി ഡെവലപ്പ് ചെയ്തു, ഓവറി ഫ്രൂട്ടായിട്ട് മാറി, ഫ്രൂട്ടിൽ ഒരു ഫ്രൂട്ട് വോൾ അല്ലെങ്കിൽ കവറിങ് ഉണ്ടായി, അതാണ് പെരികാർപ്പ്. ഇത്രയും ഇവൻസുകളാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു ഫ്ലവറിൽ ഉണ്ടാവും. ഇത്രയും ചേഞ്ചുകൾ നമുക്കൊരു ഫ്ലവറിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പോകുമ്പോൾ ഒക്കെ ഒരു ചെടിയിൽ ഫ്ലവർ ഇങ്ങനെ കൊഴിഞ്ഞ് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, അതിൻ്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, അതൊരു ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ചേഞ്ചസുകൾ സൈഗോട്ട് ടു എംബ്രിയോ, ഓവ്യൂൾ ടു സീഡ്, ഓവറി ടു ഫ്രൂട്ട് ആൻഡ് ഫ്രൂട്ടിന് ചുറ്റും ഒരു കവറിങ് ആയ പെരികാർപ്പൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇനി സീഡാണ് നിൽക്കുക. സീഡ്സ് അതിൻ്റെ ഉള്ളിലുള്ള ഓവ്യൂളാണ് നമ്മൾ പറഞ്ഞ സീഡ് ഇങ്ങനെ തന്നെ നിൽക്കില്ല. സീഡ് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ, വൺസ് സീഡ് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ ആ സീഡ്സ് ഡിസ്പേഴ്സ്ഡ് ആവും. സീഡ് എവിടേക്കാണെന്ന് വെച്ചാൽ ഡിസ്പേഴ്സ്ഡ് ആവും. ഇനി സീഡ്സ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. സോ ഒരു ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ സീഡ്സ് ഡിസ്പേഴ്സൽ വഴി, ആ സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് പല ഏജൻറ്റ്സ് ഉണ്ടാവും.
നമ്മുടെ ഇൻസെക്റ്റുകളോ അല്ലെങ്കിൽ വിൻഡോ അങ്ങനെ ഡിഫറെൻറ്റ് ഏജൻസുകളിലൂടെ ആയിരിക്കും സീഡ് ഡിസ്പേഴ്സൽ സംഭവിക്കുക. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗാനിസം ആയിരിക്കും ഡിഫറെൻറ്റ് ഏജൻറ്റുകളിലൂടെ ഈ സീഡ് ഡിസ്പേഴ്സ് ചെയ്ത് ആ സീഡ് ഒരു ഫേവറബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ആ സീഡുകളൊക്കെ ഒരു പുതിയ പ്ലാന്റായിട്ട് മാറും. ഇതാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ നടക്കുന്ന ചേഞ്ചുകൾ.